അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. ആള് ഇൻഡസ്ട്രിയിൽ 25 വർഷം ഇത്രയും കൃത്യമായിട്ട് നിലനിൽക്കാന്ന് പറയണമെങ്കിൽ വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ കഴിവുള്ളത് കൊണ്ടാണ്. കഴിവില്ലാത്ത ആരും തന്നെ ഇൻഡസ്ട്രിയിൽ ഇല്ല. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഒരു 1-2 വർഷം നിൽക്കുന്നു, ഓക്കെ, ഫ്ലൂക്കിന് വരുന്നു. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴും ഇപ്പം ലാലേട്ടൻ അധികം ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഓഡിയൻസ് കാണണം എന്ന് പറയുന്ന സുരേഷ് ഗോപി തന്നെ ആയിരിക്കും അല്ലേ ഏട്ടാ? പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. കുറെ അരി മേടിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ആൾക്കാർക്ക് അത് മതിയെന്നേ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന് വരുന്ന മറ്റേ ഓൺലൈൻ മീഡിയ എടുത്ത് പറഞ്ഞില്ലേ, ആ രീതിയിൽ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇപ്പൊ ഇതിനും ട്രോൾ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം തയമ്പായി. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അതുകൊണ്ട് അത് അപ്പൊ പറയുന്നത് എന്താണ്, മാതാവിന്റെ തലയിൽ സ്വർണ്ണക്കിരീടം വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അത് ചെമ്പാണെന്ന് പറഞ്ഞ ചുരണ്ടി നോക്കിയവന്മാരൊക്കെ എവിടെ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് കൈയടിക്കും. നമ്മള് ശബ്ദം ഇതുമല്ല, ആ ഒരു സെറ്റയറാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ശബ്ദം ഇനി എന്താ, ഇതൊരു പാസ്പോർട്ടാണ് സിനിമയിലേക്ക് വരാനുള്ളത്, അല്ലാണ്ട് ഇതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല ബുദ്ധി. അത് അവിടെ ഞാൻ എത്തി, പാസ്പോർട്ട് എത്തി, അവിടെ ഒരു ജോലി കിട്ടി. പക്ഷെ ഞാൻ സ്റ്റേജ് എപ്പോഴും ഇഷ്ടപ്പെടുന്നു. സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയാലും ഞാൻ അപ്പൊ തന്നെ പോകും. അമ്പലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. ഓരോ ഉത്സവങ്ങളും ഭയങ്കര ഇതാ. അവിടെ ഈ ആനപ്പിണ്ടത്തിന്റെ മണമൊക്കെ ഇല്ലേ, എന്റെ നൊസ്റ്റാൾജിയാണ് സത്യം പറഞ്ഞാല്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പോഴും പ്രണയാഭ്യർത്ഥനകൾ വരാറുണ്ടോ? അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. മന്നുണ്ട്, പക്ഷെ അന്വേഷിച്ച് ചെല്ലുമ്പോഴേ പെണ്ണിന്റെ പേരൊക്കെയാണ്, പക്ഷെ ആമ്പിള്ളേരൊക്കെ. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അറിഞ്ഞില്ല, ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.